ഒരു 3 പോലീസിനെങ്കിലും അന്തിക്കാട് സ്റ്റേഷനിൽ അഡീഷണൽ ആയിട്ട് ഇടുക സാർ. ഒരു വാഹനം നല്ലൊരു വാഹനം അങ്ങ് അവിടേക്ക് കൊടുക്കുക. തന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ ശോകമാണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇവിടെ ഞാൻ പ്രകടമാക്കുന്നത് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ക്രമസമാധാനം നിലനിർത്തുക, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുക, അക്രമസക്തമായ കേസുകൾ കൂടി വരിക. അന്തിക്കാട് പോലുള്ള സ്റ്റേഷനിൽ പരിമിതമായ സ്ഥലമുള്ളൂ സാർ, സ്റ്റാഫുകളിൽ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? മര്യാദയ്ക്ക് അവർക്ക് കേസുകൾ അന്വേഷിക്കാൻ ഒരു വാഹനമില്ല സാർ. ഞാനിത് ഇവിടെ അല്ലാതെ എവിടെ പറയാ സാർ? പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്യ മണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. എനിക്ക് വയ്യ വാര്യരെ, ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ. അന്വേഷിക്കാൻ പോലീസ് കുറവ്. ഒരു വാഹനം മര്യാദയ്ക്കില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്, വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഒരു ക്യാബിനറ്റ് ഡിസിഷൻ പെരിങ്ങോട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരണമെന്ന് അങ്ങ് ഈ സബ്മിഷനിലൂടെ ഒരു മറുപടി തന്നാൽ തീർച്ചയായിട്ടും മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ള. 10 വർഷം നാട് ഭരിച്ച പ്രതിപക്ഷ MLA ആവശ്യം ഇതാണ്. അന്ന് നാട് ഭരിച്ച മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയൻ തൊട്ട് മുന്നിലിരിപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പിന്നിലിരുന്നാണ് സ്വന്തം മുന്നണിയിലെ MLA 1 മാസം മാത്രമായ UDF സർക്കാരിന്റെ മുഖത്ത് നോക്കി കഥ പറയുന്നത്. എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായില്ലടാ നിനക്ക്? അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. 5 പഞ്ചായത്തുകളും 16 വില്ലേജുകളും ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി 1300-ൽ പരം ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാനിപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനൊരു പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം കയ്യിൽ നിന്ന് പോവുക. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ച ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. 5 വർഷം ഗീതാഗോപി തന്നെയായിരുന്നു നാട്ടികയിലെ MLA. അന്നും സർക്കാർ പിണറായി സർക്കാർ. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അതിനുശേഷവും CPIയുടെ മുകുന്ദൻ വന്നു. അന്നും സർക്കാർ പിണറായി സർക്കാർ. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ. എന്നിട്ടും അവിടെ സ്വന്തം CPIയുടെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLAയുടെ മണ്ഡലത്തിൽ നേരായൊരു പോലീസ് സ്റ്റേഷനില്ല, ഓടുന്നൊരു പോലീസ് ജീപ്പുമില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രി ആയപ്പോൾ പെരിങ്ങോട്ടുകരയിൽ ഒരു ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.